മോഹൻലാലിന്റെ അഭിനയം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം. തുടരുമെന്ന ചിത്രം തിയേറ്ററിൽ കാണാൻ മിസ്സായവർ OTTയിൽ കണ്ട് ഗംഭീര അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 1 OTTയിലും മാറിയിരിക്കുകയാണ് തുടരുമെന്ന ചിത്രം കൂടി എന്ന് പറയേണ്ടതുണ്ട്. മോഹൻലാൽ നായകനായ പുതിയ ചിത്രം തുടരും OTT പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ മികച്ച സ്വീകാര്യത ലഭിച്ച സിനിമയ്ക്ക് OTTയിലും മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. OTT റിലീസിന് പിന്നാലെ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ ആരാധകർ ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴ് തെലുങ്ക് പ്രേക്ഷകരിൽ നിന്നും സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. മോഹൻലാൽ ഞെട്ടിച്ചെന്നും മലയാള സിനിമ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണെന്നും കമന്റുകൾ ഉണ്ട്. വില്ലനെ അതിശയിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനം ഞെട്ടിച്ചെന്നും തമിഴിൽ പോലും ഇത്തരമൊരു വില്ലനെ കണ്ടിട്ട് കുറെ കാലമായി എന്നും അഭിപ്രായമുണ്ട്. ചിത്രത്തിലെ ആക്ഷൻ സീക്വൻസുകൾക്കും മോഹൻലാൽ ശോഭന റൊമാന്റിക് സീനുകൾക്കും കൈഡി ലഭിക്കുന്നതുമുണ്ട്. ദൃശ്യം പോലെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണ് തുടരുമെന്നും മോഹൻലാൽ ഒരു കംപ്ലീറ്റ് തന്നെയാണെന്നും സിനിമ കണ്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. കൂടാതെ സ്ട്രീമിംഗ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ എല്ലാ സിനിമകളെക്കാളും ടോപ്പിലാണ് തുടരുമെന്ന ചിത്രം എന്നും റിപ്പോർട്ടുകൾ വരികയാണ്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാൽ എന്ന നടനിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസയും ഒക്കെ നേടുന്നത് മോഹൻലാൽ എന്ന നടന്റെ അഭിനയം തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് പലരും പ്രശംസിച്ചുകൊണ്ടിരുന്നത്. മോഹൻലാലിന് ഇതൊരു വലിയ വെല്ലുവിളി അല്ല എന്നതുകൂടി ഓർക്കണം. മോഹൻലാലിന് ഇതിലും കേപ്പബിലിറ്റി ഉണ്ട്, ഇതിലും ഗംഭീര സിനിമകൾ മോഹൻലാലിന് ചെയ്തു ഫലിപ്പിക്കാൻ കഴിയും എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ തുടരുമൊക്കെ ഒരു ചെറുത് മാത്രമാണ് എന്നും മോഹൻലാലിന്റെ അഭിനയം വെച്ച് പ്രേക്ഷകർ ഇപ്പോഴും പറയുകയാണ്. ഇതിലും വലുതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മോഹൻലാൽ ഇതിനു മുമ്പ് അഭിനയിച്ച് കാണിച്ച് ഫലിപ്പിച്ച സിനിമകൾ ഇന്നും ആരാധകരുടെ ഏറ്റവും വലിയ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ സൃഷ്ടികളാണ്. OTT ഇറങ്ങുന്നതിന് ശേഷം പലരും പടത്തിന്റെ പല സീനിനെയും പറ്റിയും പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടത് കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടമായതും ലാലേട്ടന്റെ അഭിനയം കണ്ട് അത്ഭുതപ്പെട്ട് നിന്നതും ഈ ഒരു സീന് ആണെന്ന് പ്രേക്ഷകർ ചില സീനുകളെ എടുത്തു പറയുകയാണ്. അതിലെ ഒരു സീനാണ് ഈ സീൻ. അന്ന് രാത്രി ആ സംഭവം നടന്നതിന് ശേഷം വരുന്ന സീനുകളിൽ ഉള്ള ലാലേട്ടന്റെ അഭിനയത്തെപ്പറ്റി പറയാൻ വാക്കുകളില്ല. അതിന് മുന്നേ നമ്മൾ കണ്ട ഷൺമുഖനെ അല്ല പിന്നെ നമ്മൾ കാണുന്നത്. രാവിലെ വീട്ടിനടുത്ത് എത്തിയതിനു ശേഷം ആ ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഒരു വെപ്രാളമുണ്ട്. ഇന്നലെ രാത്രി എന്താ ഉണ്ടായത് എന്ന് മനസ്സിലാകാതെ ഒരു എത്തും പിടിയും കിട്ടാതെ കാറിൽ ഇരിക്കുന്നു. തന്റെ കീശയിൽ നിന്നും പൈസ എടുത്ത് ബാക്കി അതേ കീശയിൽ തിരികെ വെച്ച് മകൾ പോയിട്ടും അതൊന്നും അറിയാതെ ഇരിക്കുന്നു. കാർ കണ്ടപ്പോൾ തന്റെ വളർത്തു നായ്ക്ക് ഉണ്ടായ മാറ്റം പേടിയോടെ നോക്കുന്നു. കാറിന്റെ ഡിക്കി തുറന്ന് ആ പേഴ്സ് എടുത്ത് നോക്കാൻ നേരം ഭാര്യ വന്നപ്പോൾ പെട്ടെന്ന് അതെടുത്ത് ചാടി ഒന്നുമില്ലാത്ത പോലെ തന്റെ ഭാര്യയുടെ മുന്നിൽ അഭിനയിക്കുന്ന ഒരു ഷൺമുഖനെയാണ് നമ്മൾ ആ രാത്രിക്ക് ശേഷം കണ്ടത്. സംശയം, പേടി, ടെൻഷൻ അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ഷൺമുഖനെ എത്ര അനായാസമായാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. മോഹൻലാലിന്റെ അഭിനയത്തെ ചോദ്യം ചെയ്യുന്ന കുറെ പേർ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത് മോഹൻലാലാടാ, ഈ കഥയിൽ നായകൻ അങ്ങേരാടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ ഈ അവസരത്തിൽ എത്തുകയാണ്. പല മൈന്യൂട്ട് കാര്യങ്ങളെയും കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രേക്ഷകരും എത്തുന്നത്. OTTയിൽ ഇറങ്ങിയപ്പോൾ പലർക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. തിയേറ്ററിൽ മിസ്സായ ചില സീനുകൾ പോലും അവർ ആസ്വദിക്കുകയാണ് OTT പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ പ്രശംസകൾ കൊണ്ട് മലയാളികൾ മൂടുമ്പോൾ മോഹൻലാലിനും കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കാരണം മോഹൻലാലിനെ വിസ്മയിപ്പിച്ച ചില കഥാപാത്രങ്ങൾ. മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത നടനാണ് മോഹൻലാൽ. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമെല്ലാം അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പത്മരാജന്റെ സിനിമകളെക്കുറിച്ച് മനസ്സ് തുറക്കുന്ന മോഹൻലാലിനെയും കാണാനായി. പത്മരാജന്റെ സിനിമകളിൽ അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നുവെന്ന് താരം പറയുന്നുണ്ട്. പത്മരാജന്റെ 80ാം പിറന്നാളിനോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. പത്മരാജന്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ദൈവാധീനം കൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ 5 സിനിമകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നു. 1986 അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളിലൂടെയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത്. ദേശാടന കിളി, കരയാറില്ല, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രങ്ങളായിരുന്നു അത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സിനിമകളിൽ പോലും ആഘോഷിക്കപ്പെട്ട പിൽക്കാലങ്ങളിൽ ക്ലാസിക് ആണെന്ന് വാഴ്ത്തിയ ചിത്രമാണ് തൂവാനത്തുമ്പികൾ. ഇറങ്ങിയ കാലത്തോളം ആ സിനിമകൾ എല്ലാം ഇന്ന് ചർച്ചയാകുന്നുണ്ടെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്തുവച്ച ദക്ഷിണ. അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന ചിത്രങ്ങളായിരുന്നു സീസണും ദേശാടനക്കിളി, കരയാറില്ല എന്ന സിനിമയെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോളമന്റെയും സോഫിയുടെയും പ്രണയത്തെ മാത്രമല്ല ക്ലാരയും മഴയും ജോൺസൺ മാഷിന്റെ സംഗീതവുമെല്ലാം എൻ്റെ മകളും മകനും അടങ്ങുന്ന തലമുറ ആരാധനയോടെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. കാരണം മോഹൻലാൽ തന്ന കുറച്ച് ഗംഭീര അഭിനയ മുഹൂർത്തങ്ങളും ക്ലാസിക് ചിത്രങ്ങളും പത്മരാജന്റെ സംവിധാനത്തിൽ വിരിഞ്ഞ ഈ ചിത്രങ്ങൾ ഇന്നും ഓടുമ്പോൾ ഇതൊക്കെ വെച്ചാണ് പ്രേക്ഷകർ ഇപ്പോഴുള്ള മോഹൻലാൽ സിനിമകളെയും അഭിനയങ്ങളെയും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ വെറും നിസാരം. ഇനിയും മോഹൻലാലിൽ ഗംഭീര പ്രകടനങ്ങൾ വരാൻ സാധ്യതയുള്ള സിനിമകൾ എത്തണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്.